കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മക്കളെ യഹോവ നൽകുന്ന ദാനമാണ്. ആ ദാനം ദൈവകരത്തിൽ നിന്ന് ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിന് നന്ദി കരേറ്റുവാനും തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ദൈവസഭയുടെ മുൻപാകെ ദൈവത്തിന് നന്ദി കരേറ്റുന്നതോടൊപ്പം നാഥൻ തൻ്റെ അദൃശ്യമാർന്ന കരത്താൽ പൈതലിനെ അനുഗ്രഹിക്കേണ്ടതിന് ദൈവകൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും ആയതോടൊപ്പം ദൈവം കരത്തിലേൽപ്പിച്ചിരിക്കുന്ന ഈ ദാനത്തെ ദൈവഭയത്തിലും ദൈവകൃപയിലും പത്യോപദേശത്തിലും വളർത്തേണ്ടതിന് മാതാപിതാക്കളുടെ മേൽ ദൈവകൃപ പകരപ്പെടേണ്ടതിന് ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിതമായ ഒരു ശുശ്രൂഷയാണ് സമർപ്പണ ശുശ്രൂഷ. ശിശുപ്രതിഷ്ഠ എന്ന് നാം സാധാരണ അതിനെ പറയുന്നു. അതിലുള്ള ഒരു സമർപ്പണം, നാഥ, അങ്ങ് ഞങ്ങളുടെ പക്കൽ തന്നിരിക്കുന്ന ഈ ദാനം, ഇത് അങ്ങയുടെ ദാനമാണ്. അങ്ങയുടെ സന്നിധിയിൽ ജീവന്റെ നിത്യതയുടെ ലക്ഷ്യത്തിൽ ഒരു വീരൻ തൻ്റെ പൂണിയിലുള്ള അസ്ത്രം അമ്പിൽ തൊടുത്ത് വിടുന്നത് തൻ്റെ ലക്ഷ്യം വെച്ച് ഇടത്ത് തറയ്ക്കുന്നത് പോലെ നിത്യജീവൻ എന്ന ആ ആത്മീക ലക്ഷ്യത്തിൻ്റെ സ്ഥായിയായ പൂർണ്ണതയിൽ എത്തേണ്ടതിന് ഈ പൈതലിനെ ഞാൻ ദൈവകൃപയിൽ ദൈവഭയത്തിൽ വളർത്തും എന്ന മാതാപിതാക്കളുടെ സമർപ്പണവും, അതിന് ഞങ്ങൾ അശക്തരാണ്, അങ്ങ് ഞങ്ങളെ അങ്ങയുടെ കരം തൊട്ട് പ്രാപ്തരാക്കണം, ആശീർവദിക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്ന പ്രാർത്ഥനയുമാണ് ഈ ശുശ്രൂഷയിൽ നിർവഹിക്കുന്നത്. ദീർഘിപ്പിക്കുന്നില്ല. ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഈ വാക്കുകളെല്ലാം ഞാൻ ഓർപ്പിക്കുന്നു. ഇത് 8-ാം നാളിലെ ഇസ്രയേലിൻ്റെ പരിച്ഛേദനയുടെ ആവർത്തനമോ അതിൻ്റെ ഓർമ്മയോ അല്ല. കർത്താവ് കൽപ്പിച്ച സ്നാന ശുശ്രൂഷയുടെ ഒരു ചടങ്ങും അല്ല. ആ പാരമ്പര്യങ്ങളൊക്കെ വിട്ട് നാം ദൈവകൃപയിൽ വന്നവരാണ്. പരിച്ഛേദന ഹൃദയത്തിൽ മാനസാന്തരമാണ് പുതിയ നിയമത്തിൽ. സ്നാനം പഴയ മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ടുയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ വിശ്വാസത്താലുള്ള പരസ്യ സാക്ഷ്യമാണ്. ഇവയനുഷ്ഠിക്കുമ്പോൾ ജോലി തീർന്നില്ല. അവിടം മുതൽ ആ സമർപ്പണത്തിൽ പത്യോപദേശത്തിൽ ഞാൻ നിലനിൽക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നത്. എന്നതുപോലെ ഒരു പ്രാർത്ഥന കൊണ്ട് ഉത്തരവാദിത്വം കഴിഞ്ഞില്ല. ഈ പ്രാർത്ഥന നമ്മുടെ സമർപ്പണത്തിൻ്റെ പ്രതീകമായി നാം നിർവഹിക്കുന്നു. അതുമുതൽ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം. അവൻ വൃദ്ധനായാലും ആ വഴി വിട്ടുമാറുകയില്ല. നന്മത്തിന്മയുടെ അറിവ് പ്രാപിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്വം മാതാപിതാക്കളിൽ നിന്ന് ആ പൈതലിലേക്ക് വരുന്നു. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നതെങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. സോ വെൻ എ ചൈൽഡ് വാസ് ബോൺ, സിൻസ് ദറ്റ് വെരി ഡേ parents, as they impart the knowledge of God into their heart, if that word remains in their heart, wherever they go, the Spirit of God will advise them to walk according to that scripture. So they have to keep themselves. So ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. ബാല്യത്തിൽ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞു, അറിവ് നിങ്ങൾക്ക് തന്നു. ഇന്ന് നിങ്ങളുടെ പാതകളെ സൂക്ഷിക്കുവാൻ നിങ്ങൾ ഉത്തരവാദിത്വപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകൽ ഈ പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ അതിനാധാരമായ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നാം ഒരുമിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപായി ആ വചന തെളിവ് നിങ്ങളുടെ മുൻപിൽ തരുന്നു. മത്തായി സുവിശേഷം 19-ാം അധ്യായം 13, 14, 15 വാക്യങ്ങൾ. അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി. യേശുവോ
ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്. സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ചു. പിന്നെ അവിടെ നിന്ന് യാത്രയായി. നാഥൻ കരം വയ്ക്കേണ്ടതിന് ദൈവസന്നിധിയിൽ നാം ഒരുമിച്ച് പൈതലുമായി കടന്നു ചെല്ലുകയാണ്. ചില സങ്കീർത്തന വാചകങ്ങൾ കൂടെ ഞാൻ വായിക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെക്കൊണ്ട് തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകയില്ല. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും കാണും. ഇസ്രയേലിന്മേൽ സമാധാനമുണ്ടാകട്ടെ. വാത്സല്യ, ബിനോയും ഗ്ലോറിയും ദൈവം ദാനം ചെയ്ത പൈതലുമായി സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന്റെ വിൽസൺ വർഗീസ് അവർകൾ കൂടെ മുൻപോട്ട് കടന്നു വരാം. പൈതലിൻ്റെ ഡെഡിക്കേഷൻ പ്രയർ ഞാൻ പ്രാരംഭമായി നിർവഹിച്ചതിന് ശേഷം കർത്താവിന്റെ ദാസൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവിന്റെ ദാസൻ നിർവഹിക്കും. ഹല്ലേലൂയ. ഓഡിയൻസിനെ തിരിഞ്ഞു. യെസ്, ഹല്ലേലൂയ. ആയിരം ആയിരം നാവുകളാ അതു വർണ്ണിപ്പതിൻ എഴുതോ. ആയിരം ആയിരം നാവുകൾ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പതിനായിരത്തിങ്കലോൻ ചൊല്ലിടുവാൻ പാരില സാധ്യമഹോ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. Thank you, God. Thank you, God. Thank you, God. Thank you, God. വാത്സല്യ ബിനോയെയും ഗ്ലോറിയെയും ദൈവം അവർക്ക് അനുഗ്രഹിതമായൊരു കുടുംബ ജീവിതം നൽകി. ദൈവത്തിൻ്റെ സമയമായപ്പോൾ അനുഗ്രഹിതമായ വിടുതൽ നൽകി ദൈവം ഒരു തലമുറയെ അവർക്ക് ദാനം ചെയ്തു. ശരീരത്തിൽ ക്ലേശം അനുഭവിച്ച നാളുകളിലെല്ലാം ദൈവം തൻ്റെ മകളെ പരിപാലിച്ചു. തക്ക സമയത്ത് അത്ഭുതകരമായ വിടുതൽ നൽകി. ദാനവുമായി ദൈവസന്നിധിയിൽ ദൈവകരത്തിൽ നിന്ന് ഏറ്റെടുത്ത ദാനവുമായി ദൈവസന്നിധിയിൽ കടന്നു വന്ന് അവർ ദൈവസന്നിധിയിലുള്ള സമർപ്പണത്തിൻ്റെ പ്രതീകമായി ദൈവസന്നിധിയിൽ ഈ പൈതലിനെ ദൈവത്തിൻ്റെ കരത്താൽ തൊട്ട് ആശീർവദിക്കേണ്ടതിന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് അവരുടെ മേൽ ദൈവം ആവശ്യമായ കൃപ പകരുവാൻ, പൈതലിൻ്റെ മേൽ ദൈവം കരം തൊട്ട് ആശീർവദിക്കുവാൻ, പൂർണ്ണ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവകൃപയിൽ ആത്മാവിൽ ബലപ്പെട്ട് പൈതൽ വളർച്ച പ്രാപിപ്പാൻ ദൈവകരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭ ഒരുമനപ്പെട്ട് സ്തോത്രം ചെയ്യാം. നമ്മെല്ലാവരും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അറുക്കപ്പെട്ട കുഞ്ഞാടിനും മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിനും മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിനും മഹത്വം. സർവ നന്മകളുടെയും നല്ല ദാനങ്ങളുടെയും ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മക്കള് യഹോവ നൽകുന്ന ദാനവും
ഉദരഫലം അങ്ങ് തരുന്ന പ്രതിഫലവും എന്ന വചനപ്രകാരം അങ്ങ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് ദാനം ചെയ്ത വാത്സല്യ പൈതലുമായി അങ്ങ് കരം തൊട്ട് അനുഗ്രഹിക്കേണ്ടതിന്, അങ്ങയ്ക്ക് നന്ദി കരേറ്റേണ്ടതിന്, അങ്ങയുടെ കൃപയിൽ വളർത്തേണ്ടതിന്, അങ്ങയുടെ കൃപയ്ക്ക് അപേക്ഷിക്കേണ്ടതിന്, അങ്ങയുടെ ജനത്തിൻ്റെ മധ്യേ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന വാത്സല്യ ബിനോയിയോടും ഗ്ലോറിയോടും ചേർന്ന് സഭ ഒരുമനപ്പെട്ട്, അങ്ങയുടെ ദാസന്മാരാകുന്ന അടിയങ്ങൾ ഒരുമനപ്പെട്ട് ഈ വാത്സല്യ പൈതലിനെ പുരാതനനായ ദൈവം നിന്റെ സങ്കേതം കീഴേ ശാശ്വത ഭുജമുണ്ടെന്നുള്ള വചനം വിശ്വസിച്ചുകൊണ്ട് ആ ശാശ്വത ഭുജത്തിലേക്ക് അങ്ങ് തൊടേണ്ടതിന് ഞങ്ങൾ സഭയായി ഒരുമനപ്പെട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൈതലിന്റെ ജനനത്തിൽ അങ്ങ് കൂടെയിരുന്നു, വളർച്ചയിൽ അങ്ങ് പരിപാലിക്കുന്നു. വളർച്ചയിൽ ദിനംതോറും ആത്മാവിൽ ബലപ്പെട്ട് ദൈവകൃപയിൽ പുഷ്ടിയോടെ വളർച്ച പ്രാപിപ്പാൻ, ശാരീരികവും മാനസികവുമായി പുഷ്ടി പ്രാപിപ്പാൻ, അങ്ങയുടെ ആശീർവാദം അനുഭവിച്ച് വളർച്ച പ്രാപിപ്പാൻ അങ്ങ് പ്രിയ പൈതലിനെ സഹായിക്കേണ്ടതിന് അങ്ങ് നൽകിയ അധികാരത്തിൽ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാകയാൽ അനുഗ്രഹിക്കുന്നവരാകുവിനെന്ന മാറ്റമില്ലാത്ത വചനത്തിന്റെ അധികാരത്തിൽ അങ്ങയുടെ ദാസന്മാരാകുന്ന അടിയങ്ങൾ ഒരുമനപ്പെട്ട്, സഭ ഒരുമനപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയ പൈതലിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരനുഗ്രഹ വിഷയമാക്കി അങ്ങ് മാനിക്കും. അങ്ങയുടെ പ്രത്യക്ഷതയോളം വിശ്വസ്തയോടെ ദൈവകൃപയിൽ വളർച്ച പ്രാപിപ്പാൻ അങ്ങ് കൃപ ചെയ്യും. അങ്ങ് ആശീർവദിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ദൈവകൃപയിലും പത്യോപദേശത്തിലും വളർത്തുവാൻ, ദൈവസഭയ്ക്കും ദേശത്തിനും ഒരു അനുഗ്രഹമായി, ദൈവനാമ മഹത്വത്തിനായി ദൈവകൃപയിൽ വളർത്തേണ്ടതിന് ജെമിയ മിരിയം മാത്യു എന്ന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന പൈതലിനെ മാതാപിതാക്കളുടെ കരത്തിലേക്ക് തിരികെ ഏൽപ്പിക്കുന്നു. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ ഈ വാത്സല്യ കുടുംബത്തെ ദൈവം ആശീർവദിക്കുവാൻ, അവർക്ക് ആവശ്യമായ നന്മ നൽകുവാൻ, അവർക്ക് ആവശ്യമായ ദൈവകൃപ നൽകുവാൻ നാം ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. Thank you, Jesus. May you all lift up your hands towards them. Even as I am praying and speaking the word of blessing, is you gathering as the angel of hosts. Heaven is blessing them. Almighty's hand is upon them. Father, we thank you for this wonderful time. A moment to bless your name. We thank you for the baby. We thank you for the daddy. We thank you for the mommy. What a miracle baby you have given them, Lord. May they be blessed. Blessed in the city. Blessed in the field. Blessed when they come in. Blessed when they go. Even in their travels. In every communication. Let the name of Jesus be glorified. Let the Father raise the baby in your ways. In your ways. For your glorious name. Let the wisdom of God, anointing of God be the portion upon the baby and upon the family. Therefore we bless them now as the whole congregation, as a witness. We speak blessing over them. We invoke the blessing of God into their lives. We bless them in the name of Father, the Son, and the Holy Spirit. May they be blessed. May they be a witness. May they shine the light of Jesus. Let them be the salt. Let them be the flavor of God. The sweet aroma of the Holy Spirit. Be the portion. May they win many souls in the coming days ahead. We bless the congregation. We thank you for your precious people. May they be all used for your kingdom. We thank you for this time. We bless your holy name. We thank you. Thank you. Thank you. Thank you. In Jesus' name. And all the church said, Amen. Amen. Amen.